കിലോയ്ക്ക് വെറും 200 രൂപയുള്ളത്രേ. എന്തിനാണെന്നോ തൻ്റെ ഈ കാണുന്ന അവക്കാഡോ. ക്ലിപ്പ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി എന്താണെന്നോ നമ്മുടെ മൺചിത്രത്താഴിലെ ആ സീനാണ്. ശോഭന നാഗവല്ലിയുടെ ആഭരണങ്ങൾ പരിചയപ്പെടുത്തുന്ന ആ ഒരു സീന്. അങ്ങനെ പറഞ്ഞ് കാട് കയറിപ്പോയി. അപ്പം നമുക്ക് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ മുംബൈയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വിലയ്ക്ക് അവക്കാഡോ ഒന്നും കിട്ടത്തില്ല കേട്ടോ. കാരണം ഒരു പീസ് അവക്കാഡോയ്ക്ക് 100 രൂപ കൊടുത്താണ് ഞാൻ അവിടെ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് വെച്ച് എനിക്കിത് ലോട്ടറി. സത്യം പറഞ്ഞാൽ ഇത്രയും അവക്കാഡോ കണ്ടപ്പോൾ എൻ്റെ കണ്ണും മഞ്ഞളിച്ച് പോയി കേട്ടോ. എന്ത് ചെയ്യണമെന്നായി. പിന്നെ ഞാൻ ഓർത്തത് നമുക്കിത് സാലഡും ഷേക്കും ഒക്കെ ഉണ്ടാക്കാം. എനിക്കിനിയും അവക്കാഡോ കൊണ്ടുള്ള ചാകരയാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ സാലഡ് ഉണ്ടാക്കാം. പിന്നെ ഞാനിങ്ങനെ സാലഡ് എന്ന് പറയുന്നെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ നെയിം ഗ്വാക്കോമോളി എന്നാണ്. സാലഡ് നമ്മൾ കഴിക്കുന്ന പോലെ വെറുതെ കഴിക്കുകയും ചെയ്യാം, വേണമെങ്കിൽ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ബ്രെഡിൻ്റെ കൂടെ. പലർക്കും ഈ ഒരു ഫ്രൂട്ടിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നുമില്ല. ഇതിന് ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഇതിനൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹെൽത്ത് വൈസ് ഇത് നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഒരു ബനാന ടോക്ക് പറയുന്ന പോലെ അധികമായാൽ അമൃതം വിഷം, അതുപോലെ തന്നെ ഇത് ഒത്തിരി കഴിച്ചാലും അത് നല്ലതല്ല എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ സാലഡ് ഉണ്ടാക്കാൻ നമുക്കാകെ 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. സവാള, തക്കാളി, അവക്കാഡോ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സീസണിങ്സ്, പെപ്പർ, സോൾട്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് ലെമൺ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വിനെഗർ ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിൾ സാലഡ് റെസിപ്പി, അല്ലെങ്കിൽ നമ്മുടെ ഗ്വാക്കോമോളി. പിന്നെ ഞാൻ ഇന്നാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, എനിക്ക് വേണ്ടി മാത്രം. പിന്നെ എൻ്റെ കുഞ്ഞിനും അവൾ കഴിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോണൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം നമ്മൾ ടേസ്റ്റിന് വേണ്ടിയല്ല ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനൊന്ന് എക്സ്ട്രാ ടേസ്റ്റി ആക്കാൻ വേണ്ടി ആ ബ്രെഡ് ഒന്ന് ബട്ടറൊക്കെ തേച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഞാനപ്പോൾ ഈ ഗ്വാക്കോമോളി ആണെങ്കിൽ സ്പ്രെഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതപ്പോൾ ഞാൻ ആ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് സാൻഡ്വിച്ച് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇത് ബ്രെഡ് കൂട്ടി അല്ലെ ബ്രെഡിൽ വെച്ച് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കല്ലാതെ വെറുതെ കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.